10ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകവും മാറിയ ഉബുണ്ടുവും പരിചയപ്പെടുകയാണ് ഇന്ന് നമ്മൾ. ഉബുണ്ടുവിൻ്റെ പുതിയ വേർഷനായ 22.04 ആണ് ഈ അധ്യയന വർഷം മുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയറിൽ കാതലായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ മാത്രം. ഉബുണ്ടു ഡെസ്ക്ടോപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ ഹോം ഫോൾഡർ മാത്രമേ നമുക്ക് കാണാനാവൂ. ആപ്ലിക്കേഷൻസ് എടുക്കാൻ സ്ക്രീനിൻ്റെ താഴ്ഭാഗത്ത് ഷോ ആപ്ലിക്കേഷൻ എന്ന മെനു ഉപയോഗിക്കണം. നമ്മൾ ഈ വർഷം ആദ്യം പഠിക്കുന്ന പാഠം ഡിസൈൻ ഫാക്ടറി ആണ്. ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഷോ ആപ്ലിക്കേഷൻ മെനു ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ക്സ്കേപ്പ് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ വിൻഡോ. ഇടതുവശത്തായി ടൂൾ ബോക്സ് നമുക്ക് കാണാം. മുകളിൽ ഫയൽ മെനുവുമുണ്ട്. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള ക്യാൻവാസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി ഫയൽ മെനുവിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. പുതിയൊരു വിൻഡോ നമുക്ക് കാണാം. ഇവിടെ പേജ് സൈസിൽ A4 എന്ന പേജ് സൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പോസ്റ്ററിന് ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് പശ്ചാത്തല നിറം നൽകാം. ഇതിനായി ടൂൾ ബാറിൽ നിന്ന് ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് എന്ന ടൂൾ എടുക്കാം. അനുയോജ്യമായ നിറം എടുക്കുക. ചതുരം വരയ്ക്കുക. ചതുരത്തിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ സെലക്ട് ടൂൾ എടുത്ത് ചതുരം സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ കൺട്രോളിൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റിൽ നേരത്തെ കൊടുത്ത, അതായത് A4 സൈസ് അളവ് തന്നെ കൊടുക്കുക. സ്ക്രീനിൽ കാണുന്നത് പോലെ ഇവിടുന്ന് കോപ്പി ചെയ്ത് എടുക്കാവുന്നതുമാണ്. X വാല്യൂവും Y വാല്യൂവും 0 കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ A4 സൈസ് മുഴുവനായും ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചിട്ടുണ്ട്. പുസ്തകത്തിലുള്ള അതേ കളർ തന്നെ, അതായത് ബ്ലാക്ക് എന്ന കളർ തന്നെ നമുക്ക് കൊടുക്കാം. സേ നോ ടു വാർ, ആഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്ന ടെക്സ്റ്റ് പുസ്തകത്തിൽ ഉള്ള രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വ്യത്യസ്ത ടെക്സ്റ്റുകൾ വ്യത്യസ്ത ടെക്സ്റ്റ് ബോക്സുകളിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഫോണ്ട് ഉബുണ്ടു കണ്ടൻസ്ഡ് എടുക്കാം. ഇതിനായി നിലവിലുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് കൊടുത്ത് പുതിയ ഫോണ്ടിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്താൽ മതിയാവും. ടെക്സ്റ്റ് സൈസ് 125 സ്ട്രോക്ക് ലൈൻ വിഡ്ത്ത് 2.5 കൊടുക്കാം. ഇതിനുശേഷം സേ നോ എന്ന ഫസ്റ്റ് ലൈൻ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റ് ഫോർമാറ്റ് നഷ്ടപ്പെടാതെ അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യാൻ ഈ ടെക്സ്റ്റ് എഡിറ്റ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം.
നിലവിലെ ടെക്സ്റ്റിന് മുകളിലായി ഡ്യൂപ്ലിക്കേറ്റ് ടെക്സ്റ്റ് നമുക്ക് ലഭിക്കും. ഇത് താഴേക്ക് മാറ്റി വയ്ക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ കഴ്സർ ലഭിക്കും. ബാക്ക് സ്പേസ് അമർത്തി വാർ എന്ന് ടൈപ്പ് ചെയ്യുക. ഫോണ്ട് സൈസ് 200 ആക്കി കൊടുക്കാം. സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഈ അക്ഷരങ്ങൾക്ക് നിറം കൊടുക്കാൻ പോവുകയാണ്. സേ നോയ്ക്ക് റെഡും വാറിന് യെല്ലോയും കൊടുക്കാം. മധ്യഭാഗത്തായി ക്രമീകരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ സ്വിച്ച് അമർത്തി പിടിച്ചാൽ ടെക്സ്റ്റിൻ്റെ റേഷ്യോ നഷ്ടപ്പെടാതെ ചെറുതാക്കാൻ സാധിക്കും. ടു ടൈപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായി ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുത്ത് ടു ടൈപ്പ് ചെയ്യാം. യോജിച്ച സ്ഥലത്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ റെക്ടാങ്കിൾ ക്രമീകരിച്ച ശേഷം ടു എന്ന വാക്കും ക്രമീകരിക്കാം. ശേഷം ടു എന്ന വാക്കിന് വെള്ള നിറം നൽകാം. ആഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്ന 2 ടെക്സ്റ്റ് കൂടി നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എഡിറ്റ് മെനു എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇവയുടെ വലിപ്പം കൂടി ക്രമീകരിക്കുക. സെലക്ട് ടൂൾ എടുത്തതിന് ശേഷം കൺട്രോൾ അമർത്തി വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിക്കാം. നിറവും പുസ്തകത്തിലെ പോലെ ക്രമീകരിക്കുക. ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ആഗസ്റ്റ് 6-നും ഹിരോഷിമ ഡേയ്ക്കുമിടയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒബ്ജക്റ്റ് മെനുവിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി സ്ട്രോക്ക് സ്റ്റൈലിൽ ആ വരയുടെ വിഡ്ത്ത് അല്പം വർദ്ധിപ്പിക്കാം.
സ്ട്രോക്ക് പെയിൻറ്റിൽ വെള്ള നിറവും കൊടുക്കാം. ഇത്രയും സേവ് ചെയ്യാം. സേവ് ചെയ്യാനായി ഫയൽ സേവ് ആസ് എടുക്കുക. സ്റ്റുഡൻസ് വർക്ക് 10ൽ നിങ്ങളുടെ ക്ലാസ് ഫോൾഡറിൽ, നിങ്ങളുടെ പേരിൽ നിർമ്മിച്ച ഫോൾഡറിൽ സേ നോ ടു ആർ എന്ന് സേവ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം ഇതേ ചാനലിൽ കാണാം. സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്